ഈ വീഡിയോയിൽ നമുക്ക് എയറി സ്ട്രെസ് ഫംഗ്ഷൻ ഇൻ പോളാർ കോർഡിനേറ്റ്സിൻ്റെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ ഫൈ ഈസ് ഇക്വൽ ടു എ ആർ സ്ക്വയർ പ്ലസ് സി ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു കോസ് 2 തീറ്റ സാറ്റിസ്ഫൈസ് ദി സ്ട്രെസ് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ ഇൻ പോളാർ കോർഡിനേറ്റ്സ് ആൻഡ് ഓൾസോ ഫൈൻഡ് ദി സ്ട്രെസ് കമ്പോണൻറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രെസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്ട്രെസ് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. മാത്രമല്ല നമ്മൾ അതോടൊപ്പം സ്ട്രെസ് കമ്പോണൻറ്റ്സ് കണ്ടുപിടിക്കാനും കൂടിയാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ തന്നിരിക്കുന്ന സ്ട്രെസ് ഫംഗ്ഷൻ ഒന്ന് എടുത്തെഴുതാം. ലെറ്റ് ഫൈ ഈസ് ഈക്വൽ ടു എ ആർ സ്ക്വയർ പ്ലസ് സി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, അപ്പം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് പഠിച്ചപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഒരു സ്ട്രെസ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് കോമ്പാറ്റബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത് സ്ട്രെസ് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന സ്ട്രെസ് ഫീൽഡ് അല്ലെങ്കിൽ സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആകണമെങ്കിൽ സ്ട്രെസ് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു സ്ട്രെസ് ഫീൽഡ് പോസിബിൾ ആകത്തുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെസ് കമ്പോണൻറ്റ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് തന്നിരിക്കുന്ന ഈ സ്ട്രെസ് ഫംഗ്ഷൻ പോസിബിൾ ആണോ അല്ലെങ്കിൽ കോമ്പാറ്റബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ പോളാർ കോർഡിനേറ്റ്സിൻ്റെ ടേംസിലുള്ള സ്ട്രെസ് കോമ്പാറ്റബിലിറ്റി കണ്ടീഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെസ് കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ നമുക്കറിയാം എന്താണ്? ഡെൽ റേസ് ടു 4 phi ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ പോളാർ കോർഡിനേറ്റ്സ് എന്തായിരുന്നു? ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്താണ്? ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഓപ്പറേറ്റർ ഫോമാണ്. ഈ എഴുതിയിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ഫംഗ്ഷനിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ ഓഫ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ആർ ഡോ ഫൈ ബൈ ഡോ ആർ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ തീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനകത്ത് കോമ്പാറ്റബിലിറ്റി ഇക്വേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. കാരണം ഈ സെയിം തന്നെയാണ് ഈ ബ്രാക്കറ്റിൽ വരുന്നത്. എന്തുകൂടെ ഉണ്ടെന്നുള്ളൂ? ഫംഗ്ഷനൂടെ വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ തീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ കോമ്പാറ്റബിലിറ്റി ഇക്വേഷനകത്തുള്ള ഫൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന സ്ട്രെസ് ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, കോമ്പാറ്റബിൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഓപ്പറേറ്ററിനകത്തിലോട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ആ കിട്ടുന്ന വാല്യൂ ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് തീറ്റയിലാണെങ്കിൽ ആ വാല്യൂ എവിടേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ എഴുതിയിരിക്കുന്ന ഓപ്പറേറ്റർ ഫോമിലേക്ക് നമ്മൾ അതിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വീണ്ടും ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഇതിനെ ഞാൻ സൈ എന്നൊരു ഫംഗ്ഷനായിട്ട് നെയിം ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ സൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് കൺസിഡർ ചെയ്യാം? സൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ കൺസിഡർ സൈ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ തീറ്റ സ്ക്വയർ. ഇപ്പോൾ സൈ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന
ഓരോ ഡിഫറൻഷ്യൽ ഫോമിനകത്തുള്ള ഫൈക്ക് പകരവും നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഫൈയുടെ വാല്യൂ കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഡിഫറൻഷ്യൽ ഫോമിനകത്തിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇക്വേഷൻ 1 ആയിട്ട് നമുക്ക് നെയിം ചെയ്യാം. ഇക്വേഷൻ 1. ഓക്കെ, അപ്പോൾ ഇനി ഓരോ എലമെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ കൺസിഡർ ഡോ സ്ക്വയർ 5 ബൈ ഡോ ആർ സ്ക്വയർ ഒന്ന് കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ ഓഫ് എന്താണ്? എ ആർ സ്ക്വയർ പ്ലസ് സി ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു കോസ് 2 തീറ്റ. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം വെച്ച് ഈ ഒരു എഴുതിയിരിക്കുന്ന ഫംഗ്ഷനെ ആർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു തവണ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് എങ്ങനെ വരും? ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ആർ. ഓക്കെ, ഡോ ബൈ ഡോ ആർ ഓഫ് ഫസ്റ്റ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് 2a ആർ മൈനസ് ഈ എഴുതിയിരിക്കുന്നത് സി നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയെടുക്കാം. ബാക്കി 1/r സ്ക്വയർ 1/r സ്ക്വയറിനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് 1 ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം സി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ഇത് നിങ്ങൾ നേരെ എന്താ ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ എന്താവും? ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? r⁻² ആവും അല്ലേ? അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. r⁻² ആവും അല്ലേ? അപ്പോൾ സാധാരണ രീതി നമുക്കറിയാം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡോ ബൈ ഡോ ആർ വെച്ച് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് എങ്ങനെ വരുന്നത്? ഈ അല്ല -2 ഇൻറ്റു r⁻−3. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതിയതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു 2 കൂടെ വരുന്നുണ്ട് അല്ലേ? 2c ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് അല്ലേ ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് ചേഞ്ച് വരത്തില്ല. കാരണം ഇതെന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ അത് അതുപോലെ തന്നെ നമുക്ക് എഴുതാം. ബാക്കി പിന്നെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പം 2a പ്ലസ് ഇവിടെ എന്ത് വരും? 3 ആണ് ഇവിടെ. അപ്പം ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പം അത് എന്താവും? പുറത്തേക്ക് വരുമ്പോഴത്തേന് ഇതെന്തായിട്ട് മാറും? 6 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 6c ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ 5 ബൈ ഡോ ആർ സ്ക്വയറിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ടേമിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സെക്കൻഡ് ടൈം നമുക്ക് കൺസിഡർ ചെയ്യാം. നൗ 1/r ഇൻറ്റു ഡോ 5 ബൈ ഡോ ആർ ദറ്റ് ഈസ് 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് ar² പ്ലസ് സി ഡിവൈഡഡ് ബൈ r² പ്ലസ് ഡി ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേന് എങ്ങനെ വരും? ദാറ്റ് ഈസ് 1/r ഇൻറ്റു ഓൾറെഡി നമ്മളിവിടെ വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ച് ചെയ്തിരിക്കുന്ന വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടങ്ങ് എഴുതിയാൽ മതി. എന്താണ്? ദാറ്റ് ഈസ് 2ar മൈനസ് 2c ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം? ഈ ആറിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് 6 ക്യാൻസൽ ആയി പോകും. ഇവിടെ r⁴ എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 2a മൈനസ് 2c ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു കോസ് 2 തീറ്റ. r⁴ ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ടൈം നമുക്ക് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/r² ഇൻറ്റു ഡോ സ്ക്വയർ 5 ബൈ ഡോ തീറ്റ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടൈം അവിടെ കൺസിഡർ ചെയ്യാം. നൗ 1/r ഇൻറ്റു ഡോ സ്ക്വയർ 5 ബൈ ഡോ തീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/r ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ ഓഫ് ar² പ്ലസ് സി ബൈ r² പ്ലസ് ഡി ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ദാറ്റ് ഈസ് 1/r ഇൻറ്റു ആദ്യം ഒരു തവണ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോർത്തണം തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആറിൻ്റെ ടേംസ് എല്ലാം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ കോസ് 2 തീറ്റ വെളി കിടക്കുന്നത് കൊണ്ട് ഈ ടൈം ഒന്നും 0 ആയി പോകത്തില്ല. കാരണം ഇതെല്ലാം എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? എഴുതിയിരിക്കുന്നതെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരും? ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ തീറ്റ. ഫസ്റ്റ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് 2 തീറ്റയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്? മൈനസ് സൈൻ 2 തീറ്റയാണ് വരുന്നത്. അപ്പം ഈ ബ്രാക്കറ്റിലുള്ളത് എല്ലാത്തിനും കോമൺ ആയതുകൊണ്ട്, എല്ലാത്തിനും കോമൺ എന്ന് പറയുന്നത് കോസ് 2 തീറ്റ ആയതുകൊണ്ട് ബ്രാക്കറ്റിലുള്ളത് നമുക്ക് അതുപോലെ തന്നെ എഴുതാം.
ദാറ്റ് ഈസ് എ ആർ സ്ക്വയർ പ്ലസ് സി ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു കോസ് 2 തീറ്റയുടെ എന്ത് വരും മൈനസ് ഓഫ് സൈൻ 2 തീറ്റ ഇൻറ്റു ആംഗിളിൻ്റെ എന്ത് വരും ഇൻറ്റു 2. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് ഇതെങ്ങനെ വരും, ദാറ്റ് ഈസ് എഗെയിൻ നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ളത് അതുപോലെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് എ ആർ സ്ക്വയർ പ്ലസ് സി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു, അപ്പം ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്, അപ്പം മൈനസ് നമുക്ക് ആദ്യം എഴുതാം മൈനസ്. അപ്പം സൈൻ 2 തീറ്റയെ നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് എന്ത് വരും, കോസ് 2 തീറ്റ എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 2 ഓൾറെഡി ഉണ്ട്, ആ 2 ഞങ്ങൾ ആദ്യം എഴുതി. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 2 ഡിവൈഡ് ബൈ ആർ ഇൻറ്റു എ ആർ സ്ക്വയർ പ്ലസ് സി ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു കോസ് ഓഫ് 2 തീറ്റ ഇൻറ്റു 2. ഓക്കെ. അപ്പം ഇത് കമ്പൈൻ ചെയ്യുമ്പോഴത്തേന് ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഈ 2-നെ നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 4 ഡിവൈഡഡ് ബൈ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 1/r² ആണ് അല്ലേ. ഇവിടെ 1/r നമ്മൾ കൊടുത്തുള്ളൂ, 1/r² ഉണ്ട്. ഇവിടെ എല്ലാം ഒരു സ്ക്വയർ വരും, ഇവിടെയും 1/r². ഓക്കെ. മൈനസ് ഓഫ് 4 ഡിവൈഡഡ് ബൈ r² ഇൻറ്റു എ ആർ സ്ക്വയർ പ്ലസ് സി ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ. അപ്പം ഇനി നമുക്ക് സൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഈ സൈയുടെ ഈ ഇക്വേഷനുള്ള എല്ലാ ടേംസിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ 1ലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ. therefore ഇക്വേഷൻ 1 implies psi is equal to 2a plus 6c divided by r raised to 4. എല്ലാ ടേമിലും നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാ ടേമിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്, കോസ് 2 തീറ്റ എന്ന് പറയുന്ന ടേം കോമൺ ആണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഏറ്റവും അവസാനം കോസ് 2 തീറ്റ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഓരോന്നിനും നമുക്ക് കോസ് 2 തീറ്റ എഴുതേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് 2a plus 6c divided by r raised to 4 പ്ലസ് അടുത്തതിൻ്റെ 2a minus 2c divided by r raised to 4. അടുത്തത് മൂന്നാമത്തത് മൈനസ് ഓഫ് 4r² ഇൻറ്റു എ ആർ സ്ക്വയർ മൈനസ് ഓഫ് 4/r² ഇൻറ്റു സി ബൈ ആർ സ്ക്വയർ മൈനസ് ഓഫ് 4/r² ഇൻറ്റു ഡി ഓൾ ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനകത്തിൽ ഒന്നുകൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് എഴുതാം. അതിനുശേഷം നമുക്ക് ടേംസ് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 2a പ്ലസ് 6c ഡിവൈഡഡ് ബൈ r raised to 4 പ്ലസ് 2a മൈനസ് 2c ഡിവൈഡഡ് ബൈ r raised to 4 മൈനസ് 4a, ഈ ആർ സ്ക്വയറും എന്ത് ചെയ്യും, ഈ ആർ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. ഓക്കെ. മൈനസ് ഇവിടെ 4c ഡിവൈഡഡ് ബൈ r raised to 4 മൈനസ് 4d ഡിവൈഡഡ് ബൈ r സ്ക്വയർ ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ. ഇവിടെ ഏതൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്യാം, ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പം ഇവിടെ നോക്കി 6c ഡിവൈഡ് ബൈ r raised to 4 ഉണ്ട്, മൈനസ് 2c ഡിവൈഡ് ബൈ r raised to 4 ഉണ്ട്. അപ്പോൾ 6cയിൽ നിന്ന് 2c പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, പ്ലസ് 4c ബൈ r raised to 4. ഇവിടെ കണ്ടോ ഒരു മൈനസ് 4c ബൈ r raised to 4. അപ്പം ഈ 6c ബൈ r raised to 4ഉം ഈ മൈനസ് 2 ബൈ r raised to 4ഉം മൈനസ് 4c ബൈ r raised to 4 കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ. ഇനിയും ഈ 2aയും കൂടെ ചേരുമ്പോൾ എത്ര ആവും, 4a ആവും. ഇവിടെ എന്തുണ്ട്, ഒരു മൈനസ് 4a ഉണ്ട്. അപ്പോൾ ആ ഒരു ടേം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടേം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി നമുക്ക് വരുന്നത് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത്ര മൈനസ് ഓഫ് 4d ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് 2 തീറ്റ. അപ്പോൾ സൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് ഓഫ് 4d ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ. അപ്പം നമുക്ക് സൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ കോമ്പാറ്റബിലിറ്റി കണ്ടീഷനിലേക്ക് വരാം. അപ്പം ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നതാണ് സൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാൻ, ഈ സൈയുടെ വാല്യൂ ഈ ഓപ്പറേറ്റർ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ പറയുന്ന രീതി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഫൈനൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എഴുതിയിരിക്കുന്ന ഓരോ ടേമിലേക്കും ഓരോ ഓപ്പറേറ്ററിലേക്കും ഞാൻ എന്ത് ചെയ്യുകയാണ്, സൈ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഓരോ ടേമും ഞാൻ കണ്ടുപിടിക്കുക. അപ്പം ആദ്യം ഞാൻ എഴുതുന്നത് now consider okay
ഡോ സ്ക്വയർ, അപ്പോൾ ഫസ്റ്റ് ടൈം എന്താണ് ഡോ സ്ക്വയർ, ഈ സൈ അകത്തേക്ക് ഞാൻ കൊണ്ടുവന്ന് ഓപ്പറേറ്ററിനകത്തേക്ക് കൊടുത്തു. അപ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ആർ സ്ക്വയർ, അതിൻ്റെ വാല്യൂ ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡോ സ്ക്വയർ സൈ ബൈ ഡോ ആർ സ്ക്വയർ, ഓക്കെ, ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ ഓഫ്, എന്താണ് സൈയുടെ വാല്യൂ എന്ന് പറയുന്നത്, മൈനസ് ഓഫ് 4d ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് 2θ. ഓക്കെ, മുമ്പ് ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പം ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ആർ. ഓക്കെ, അപ്പം തീറ്റ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ്, ഡി എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി എന്ന് പറയുന്നത് എന്തുണ്ട്, 1/r സ്ക്വയർ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -2 വരും. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് അപ്പം -2 × -4, അപ്പോൾ എന്തായിട്ട് മാറും, 8 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് 8d r⁻³ അപ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോഴത്തേന് അത് എന്തായിട്ട് മാറും, ഡിവൈഡഡ് ബൈ r³ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഒരു തവണ കൂടെ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും r വെച്ച് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് വീണ്ടും അവിടെ എന്ത് വരും, 3 ആണ്. അപ്പോൾ 3 × 8 എന്ന് പറയുന്നത് -24d ഡിവൈഡഡ് ബൈ ഇൻറ്റു കോസ് 2θ ഡിവൈഡഡ് ബൈ r⁴. ഇതായിരിക്കും ഡോ സ്ക്വയർ സൈ ബൈ ഡോ ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അടുത്ത് എന്താണ് കണ്ടുപിടിക്കുന്നത്, 1/r ഇൻറ്റു ഡോ സൈ ബൈ ഡോ ആർ, അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 1/r ഇൻറ്റു ഡോ സൈ ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് സൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -4d ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് 2θ. ഓക്കെ, ഈസ് ഈക്വൽ ടു 1/r ഇൻറ്റു ഓൾറെഡി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ എഴുതിയിരിക്കുന്ന ബ്രാക്കറ്റിലിരിക്കുന്ന വാല്യൂ, ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന വാല്യൂ. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് 8d കോസ് 2θ ഡിവൈഡഡ് ബൈ r³ അല്ലേ. അപ്പം നമ്മളൊരു 6 വെച്ച് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് എന്ത് വരും, ദാറ്റ് ഈസ് 8d ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു കോസ് 2θ. രണ്ടാമത്തെ ടൈമിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ടൈം ഏതാണെന്ന് നോക്കാം. 1/r² ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ തീറ്റ സ്ക്വയർ. ഓക്കെ, നൗ 1/r² ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ തീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/r² ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ ഓഫ് -4d ഡിവൈഡഡ് ബൈ r² ഇൻറ്റു കോസ് 2θ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തവണ തീറ്റ വെച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ്, ഇവിടെ -4d ബൈ r² എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എഴുതാം 4d ഡിവൈഡഡ് ബൈ r² അല്ലേ. കോസ് 2θ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം -sin 2θ ഇൻറ്റു -sin 2θ ഇൻറ്റു ആംഗിൾ 2θയുടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 2 വരും. ഓക്കെ, അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എന്താണ്, ദാറ്റ് ഈസ് 1/r². ഇപ്പോൾ 8d ഡിവൈഡഡ് ബൈ r² ഇൻറ്റു വീണ്ടും ഒരു പ്രാവശ്യം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. sin 2θ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, കോസ് 2θ ഇൻറ്റു 2. ഓക്കെ, അപ്പം വെളിയിലൊരു r² ഉണ്ട്, r² നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും, ദാറ്റ് ഈസ് 8d ഡിവൈഡഡ് ബൈ r⁴. സോറി, ഇവിടെ 2 ഉണ്ട്, 2 × 8 എന്ന് പറയുമ്പോൾ എന്ത് വരും, 16 വരും. അപ്പം 16d ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു കോസ് 2θ. ഓക്കെ, അപ്പം ആ കോമ്പാറ്റബിലിറ്റിക്കകത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ള ഓരോ ടേമിൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷനകത്തുള്ള ഈ എഴുതിയിരിക്കുന്ന ടേംസിന് പകരം നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ഞാൻ ഇങ്ങോട്ടൊന്നുകൂടെ എടുത്തെഴുതാത്, ദാറ്റ് ഈസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ r² പ്ലസ് 1/r ഇൻറ്റു ഡോ സൈ ബൈ ഡോ ആർ പ്ലസ് 1/r² ഇൻറ്റു
ഡോ സ്ക്വയർ സൈ ബൈ ഡോ തീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിലേക്ക് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂസ് നമുക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് -24d ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു കോസ് 2 തീറ്റ പ്ലസ് 8d ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു കോസ് 2 തീറ്റ പ്ലസ് 16d ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം എല്ലാ ടേമിലും കോമൺ ആയിട്ട് എന്തുണ്ട് 1/r⁴ ഇൻറ്റു കോസ് 2 തീറ്റ. ഈ 3 ടേമിലും എന്തുണ്ട് കോമൺ ആണ് അല്ലേ. അപ്പോൾ ബാക്കി എന്താണ്, ഇവിടെ -24d ഉണ്ട്, ഇവിടെ ഒരു 8d ഉണ്ട്, ഇവിടെ 16d ഉണ്ട്. അപ്പോൾ 16dയും 8dയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 24d വരും, പ്ലസ് 24d വരും, -24d ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താവും ഇതെല്ലാം കൂടി എന്താവും ക്യാൻസൽ ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടും 0 = 0. അപ്പോൾ നമുക്ക് പറയാം എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഹെൻസ് ദി ഗിവൺ സ്ട്രെസ് ഫംഗ്ഷൻ ഈസ് പോസിബിൾ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്ട്രെസ് ഫീൽഡ് എന്താണെന്ന് പറയാം, കോമ്പാറ്റബിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പം ഇപ്പോൾ കോമ്പാറ്റബിൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു, തന്നിരിക്കുന്ന സ്ട്രെസ് ഇക്വേഷൻ പോസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രെസ് ഇക്വേഷൻ ഈ സ്ട്രെസ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സ്ട്രെസ് കമ്പോണൻസ് ഇൻ ടേംസ് ഓഫ് പോളാർ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ ടേംസ് ഓഫ് പോളാർ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതാണ് നമുക്ക് ഇൻ ടേംസ് ഓഫ് പോളാറിലുള്ള സ്ട്രെസ് കമ്പോണൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. σr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/r ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ പ്ലസ് 1/r² ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ തീറ്റ സ്ക്വയർ. സിഗ്മ തീറ്റ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ആർ സ്ക്വയർ ഇൻറ്റു ഡോ ആർ തീറ്റ ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 1/r² ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ തീറ്റ മൈനസ് 1/r ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ആർ ഡോ തീറ്റ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്, ഈ പറയുന്ന സ്ട്രെസ് കമ്പോണൻസ് ഇൻ ടേംസ് ഓഫ് പോളാർ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കും. എന്ന് പറഞ്ഞാൽ ആറിൻ്റെയും തീറ്റ ടേംസിലുള്ള സ്ട്രെസ് കമ്പോണൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇക്വേഷൻസ് എഴുതാം. നൗ സിഗ്മ RR ഈസ് ഈക്വൽ ടു 1/r ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ പ്ലസ് 1/r² ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ തീറ്റ സ്ക്വയർ. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1/r ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ നേരത്തെ ഇതിൻ്റെ വാല്യൂസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂസ് ഞാൻ ഡയറക്റ്റായിട്ട് ഇതിനകത്തോണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് 2a മൈനസ് 2c ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു കോസ് 2 തീറ്റ മൈനസ് 4 ഡിവൈഡഡ് ബൈ r² ഇൻറ്റു ar² പ്ലസ് c ബൈ r² പ്ലസ് d ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും കോസ് 2 തീറ്റ കോമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വെളിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ടേംസ് കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും 2a മൈനസ് 4a മൈനസ് 2c ഡിവൈഡഡ് ബൈ r⁴ മൈനസ് 4c ഡിവൈഡഡ് ബൈ r⁴ മൈനസ് 4d ഡിവൈഡഡ് ബൈ r² ഇൻറ്റു കോസ് 2 തീറ്റ. ഈ 4/r² അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഈസ് ഈക്വൽ ടു ഓക്കെ മൈനസ് ഓഫ് 2a. ഇനി ഏതൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്യാം, ഇവിടെ ഒരു മൈനസ് 2c ബൈ r⁴ ഉണ്ട്, മൈനസ് ഓഫ് 4c ബൈ r⁴ ഉണ്ട് അല്ലേ. അപ്പം ഇത് ആഡ് ചെയ്യുമ്പോഴത്തേനും മൈനസ് ഓഫ് 2a വരും. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേനും മൈനസ് ഓഫ് 6c ഡിവൈഡഡ് ബൈ r⁴ മൈനസ് ഓഫ് 4d ഡിവൈഡഡ് ബൈ r² ഇൻറ്റു കോസ് 2 തീറ്റ. ഇതായിരിക്കും ഏതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, സിഗ്മ RRൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് നമ്മൾ ഏതാ കണ്ടുപിടിക്കേണ്ടത്, സിഗ്മ തീറ്റയാണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ r². ഇതിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 2a പ്ലസ് 6c ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, അപ്പോൾ സിഗ്മ തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഷിയർ സ്ട്രെസ് ആണ്, ഡോ ആർ തീറ്റ. ദാറ്റ് ഈസ് 1/r². അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/r² ഡോ ഫൈ ബൈ ഡോ തീറ്റ മൈനസ് 1/r ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ആർ ഡോ തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് 1/r² ഇൻറ്റു ദാറ്റ് ഈസ് ar² പ്ലസ് c ഡിവൈഡഡ് ബൈ r² പ്ലസ് d ഇൻറ്റു മൈനസ് ഓഫ് 2 സൈൻ 2 തീറ്റ. ഓക്കെ, മൈനസ് 1/r ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ. നമുക്കിത് വിത്ത് റെസ്പെക്ട് ആർ വെച്ച് വിത്ത് റെസ്പെക്ട് തീറ്റ വെച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ആർ വെച്ച് ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം.
അപ്പം ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാമായിരുന്നു എന്താണ്, ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്, എ ആർ സ്ക്വയർ പ്ലസ് സി ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു കോസ് 2θ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ച് നമ്മൾ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 2AR മൈനസ് 2C ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ആണല്ലോ, ഇൻറ്റു കോസ് 2θ ഇൻറ്റു കോസ് 2θ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, വീണ്ടും തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എടുത്തെഴുതാം. ദാറ്റ് ഈസ് ഈ ഇവിടെ 2 കൊണ്ട് 2 ഇനി വെളിയിലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ആർ സ്ക്വയർ ഇൻറ്റു എ ആർ സ്ക്വയർ പ്ലസ് സി ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു സൈൻ 2θ മൈനസ് 1/r ഇൻറ്റു, ഇനി എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് 2AR മൈനസ് 2C ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. അപ്പം ഇത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം, കാരണം ഇതിനകത്ത് തീറ്റ ടേമില്ല. ഇൻറ്റു എന്താണ്, കോസ് 2θ. അപ്പോൾ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റു മൈനസ് സൈൻ 2θ ഇൻറ്റു 2. ഓക്കെ, ഈസ് ഈക്വൽ ടു, നമുക്കിതെല്ലാം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ്, മൈനസ് ഓഫ് 2/r സ്ക്വയർ ഇൻറ്റു എ ആർ സ്ക്വയർ മൈനസ് ഓഫ് 2C ഡിവൈഡഡ് ബൈ ആർ ഈസ് ടു 4 മൈനസ് ഓഫ് 2D ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലേ. ഇവിടെ രണ്ടിടത്ത് എന്ത് കോമൺ ഉണ്ട്, സൈൻ 2θ കോമൺ ഉണ്ട്. അപ്പോൾ എല്ലാ ടൈമിനും വെളിയിൽ നമുക്ക് സൈൻ 2θ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഉണ്ട്. ഈ 2 നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ ടൈമിലേക്ക് മൾട്ടിപ്ലൈ, അതുപോലെ 6 ഉണ്ട്, 6 നമുക്ക് ഓരോ ടൈമിലേക്ക് മൾട്ടിപ്ലൈ. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേനും മൈനസ് ഓഫ് 2 എന്നുള്ളത് എന്താവും, 4 ആവും അല്ലേ. അപ്പോൾ മൈനസ് ഓഫ് 4A, 6 കൂടെ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. ഓക്കെ, 4A മൈനസ് ഓഫ് 4A, സോറി മൈനസ് അല്ല, കാരണം ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, വെളിയിലൊരു മൈനസ് ഉണ്ട്. അപ്പോൾ രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ പ്ലസ് 4A മൈനസ് എന്താ വരും, 4C ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 4 ഇൻറ്റു സൈൻ 2θ. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഇനി ഇതിനെ ഇങ്ങനെയൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്യാം. ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, അത് രണ്ടുകൂടെ ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ്, അപ്പം ബാക്കി പോയിട്ട് ഇവിടെ എന്ത് വരും, മൈനസ് ഓഫ് 2A വരും. ഓക്കെ, സിയുടെ ടേം എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ മൈനസ് 2C ബൈ ആർ റൈസ് ടു 4 ഉണ്ട്, ഇവിടെ മൈനസ് ഓഫ് 4C. അപ്പോൾ രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് 6C ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 4 മൈനസ് ആദ്യത്തേനകത്തിൽ മൈനസ് ഓഫ് 2A ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 4A ഉണ്ട്. അപ്പോൾ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് ഈ മൈനസ് അങ്ങ് ക്യാൻസൽ ആവും. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും വരുന്നത്, മൈനസ് ഇല്ല പ്ലസ് ആണ്. ഓക്കെ, 2A മൈനസ് 6C ബൈ ആർ റൈസ് ടു 4 മൈനസ് 2D ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ 2θ. ഇതായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് കമ്പോണൻസിൻ്റെ വാല്യൂസ്.